ഹായ് നമസ്കാരം. അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഹിസ്റ്ററിയുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടിയാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വരുന്നില്ലേ. അപ്പോൾ നാറ്റോയുടെ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 പരീക്ഷ നാറ്റോവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വളരെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിക്കുമ്പോൾ വൺ വേർഡ് എന്ന രീതിയിൽ പഠിക്കാതെ അതുമായി ബന്ധപ്പെട്ട ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാൻ നോക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ, അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് തരുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിപ്പിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. അല്ലെ, ഇറാനാണോ, മാലദ്വീപാണോ, ഇന്തോനേഷ്യ ആണോ, ശ്രീലങ്കയാണോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ, മാലദ്വീപാണ് ആൻസർ. ഏതാണ്? മാലദ്വീപാണ്. ദെൻ 2008-2009 വർഷത്തിലെ ശീതകാലത്ത് അല്ലെ തെക്കൻ ഇസ്രയേലിലും ഗാസ ചീന്തിയിലും വെച്ച് നടന്ന 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടമാണ് എന്ത്? ഗാസ യുദ്ധം എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് അല്ലെ, ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ആക്രമണം എപ്പോഴാണ് മക്കളെ? 2008 ഡിസംബർ 27 ഗാസ ചിന്തിൽ ഇസ്രയേലാണ് തുടക്കമിട്ടത് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണ്? എപ്പോഴാണ്? 2008 ഡിസംബർ 27 അറബ് ലോകത്ത് ഈ ആക്രമണം ഗാസ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. എന്താ പേര്? ഗാസ കൂട്ടക്കൊല എന്നാണ് അറബ് ലോകത്ത് ഈ ആക്രമണം അറിയപ്പെട്ടിരുന്നത്. ദെൻ ഇസ്രയേലി മാധ്യമങ്ങൾ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് തെക്കൻ മേഖലയിലെ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിൽ 2023 ഒക്ടോബർ 7 മുതൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഗാസയിൽ നടക്കുന്നു എന്നാണ്. അപ്പൊ ഗാസയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അല്ലെ ദെൻ എന്താണ്? 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നിർണായക പങ്കുവഹിച്ച് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ദെൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ് നോക്കാം? വി ഗിരി, ദെൻ KM പണിക്കർ, C ശങ്കരൻ നായർ, VP മേനോൻ. അപ്പൊ എല്ലാവർക്കും അറിയാലോ എന്ത്? ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ഏതാണ്? VP മേനോൻ ആണ്. ഏതാണ് മക്കളെ? VP മേനോൻ ആണ് ആൻസർ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് SCERT ഫാക്ട്സും കൂടെ നോക്കാം. 1894 എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ദെൻ സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അല്ലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പൊ എവിടെന്നാ ചോദ്യങ്ങൾ അവിടെ കയറി വന്നിരിക്കുന്നത്? നമ്മള് SCERT എന്നാണ് ചോദ്യം കയറി വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? VV ഗിരി ആരാണ് നോക്കാം. മുഴുവൻ പേരെന്താണ്? വരാഹഗിരി വെങ്കടഗിരി എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതിയായിരുന്നു ആര്? VV ഗിരി. 1967 മുതൽ അല്ലെ 1969 വരെ ഉപരാഷ്ട്രപതിയായിരിക്കും. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രപതിയാകുകയും ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? അത് VV ഗിരിയാണ്. ഏറ്റവും കുറച്ച് ഭൂരിപക്ഷത്തിൽ
വിജയിച്ച രാഷ്ട്രപതി കൂടിയാര്? വി ഗിരിയാണ്. നെഹ്റു മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും പിന്നീട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആകുകയും ചെയ്ത ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? വി ഗിരി. ഒറീസയിൽ ജനിച്ച രാഷ്ട്രപതി കൂടിയാണ് ആര്? വി ഗിരി. കേരളത്തിൽ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുള്ള രാഷ്ട്രപതി ആരാണ്? വി ഗിരിയാണ്. 1971 അടിയന്തരാവസ്ഥ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1971 അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? വി ഗിരി ആയിരുന്നു. ജോബ് ഫോർ മില്യൺസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് മക്കളെ? അതാണ് വി ഗിരി. എന്താണ് ജോബ് ഫോർ മില്യൺസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? വി ഗിരിയാണ്. ദെൻ KM പണിക്കർ അല്ലെ, എന്താണ്? കാവാലം മാധവ പണിക്കർ അല്ലെ, രാജ്യസഭയിലെ ആദ്യ മലയാളിയായിരുന്നു ആര്? KM പണിക്കർ. ഏത് സമയത്തായിരുന്നു? 1956 മുതൽ 1966 വരെ. ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, ഏത് സമയത്താണ്, ഏത് കാലഘട്ടത്താണ്? 1956 മുതൽ 1966 വരെ. ഐക്യരാഷ്ട്രസഭയിലെ ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച വ്യക്തി കൂടിയാണ് ആര്? കാവാലം മാധവ പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? KM പണിക്കരാണ്. പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത് അല്ലെ, കേരള സിംഹം വളരെ ഇമ്പോർട്ടന്റ്, ഒരുപാട് പ്രാവശ്യം ചോദ്യം അല്ലെ, കേരള സിംഹം എന്ന പഴശ്ശിരാജയെ കുറിച്ച് ചോദിച്ചത് ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിച്ച ചോദ്യമാണ്. അപ്പൊ പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത്. ഏതൊക്കെയാണ് മറ്റു കൃതികള്? പറങ്കി പടയാളി ചോദിച്ചിട്ടുണ്ട്, ദ്വരാശിനി, കല്യാണമൽ, എന്താണ്? ധൂമകേതുവിന്റെ ഉദയം, 2 ചൈനകൾ തുടങ്ങിയവയാണ്. അപ്പൊ പറങ്കി പടയാളി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ധൂമകേതുവിന്റെ ഉദയം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ്വരാശിനി, ഇതൊക്കെ ആരെയാണ്? KM പണിക്കറിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സി ശങ്കരൻ നായർ അല്ലെ, INC-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അല്ലെ, എന്താണ്? പത്രപ്രവർത്തകൻ, അഭിഭാഷകൻ, ന്യായാധിപൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, പൊതുപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു. 1897 അല്ലെ, 1897 കോൺഗ്രസിന്റെ 13ാം സമ്മേളനത്തിൽ അമരാവതിയിൽ വെച്ച് നടന്നപ്പോൾ അധ്യക്ഷതാ പദവി വഹിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സി എന്താണ്? ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. INC പ്രസിഡന്റായ ഏക മലയാളി കൂടിയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ഏക മലയാളി ആരാണ്? അതാണ് സി ശങ്കരൻ നായർ. ദെൻ 1919 ഏത് കൂട്ടക്കൊലയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തി കൂടി ആരാണ്? സി ശങ്കരൻ നായർ. ദെൻ അടുത്ത് എന്താണ് നോക്കാം. ശങ്കരൻ നായർ ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും ഇദ്ദേഹത്തെ പറ്റി ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പൊ ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫാക്ട്സ്. ഏതൊക്കെയാണ്? ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം ആരുടെയാണ്? ശങ്കരൻ നായരുടെയാണ്. സൈമൺ കമ്മീഷന് മുന്നിൽ ഹാജരാവുകയും ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയും കൂടി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. 1904 കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപറർ പദവിയും 1912 സർ പദവിയും ബ്രിട്ടീഷ് സർക്കാർ നൽകിയ വ്യക്തി കൂടി ആരാണ്? സി ശങ്കരൻ നായർ ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപറർ അല്ലെ പദവിയും അതുപോലെ 1912 സർ പദവിയും ബ്രിട്ടീഷ് സർക്കാർ നൽകിയ വ്യക്തി കൂടി ആരാണ്? സി ശങ്കരൻ നായർ ആണ്. ക്ലിയർ ആണോ? ഇതെല്ലാം എക്സ്ട്രാ ഫാക്ട്സ് ആണ്. പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദ്യങ്ങൾ വരിക നമുക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് കയറി വരുന്നത്. അപ്പൊ മക്കൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ആഴത്തിലായിട്ട് ഒരു ഡീപ്പ് സ്റ്റഡി തന്നെ നോക്കണം. അപ്പൊ നമ്മൾ മാക്സിമം CRT എല്ലാം ഉൾപ്പെടുത്തി മാക്സിമം ഫാക്ട്സ് എല്ലാം എടുത്തിട്ടാണ് ക്ലാസ് തരുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി ഒട്ടും സമയമില്ല അല്ലെ, അവിടെ ഇവിടെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരൊറ്റ ക്ലാസ് നമുക്ക് മാക്സിമം അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് എല്ലാം തരുന്നുണ്ട്. ഓക്കെ, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? പാരീസ്, ബ്രസൽസ്, എന്താണ്?
ബെർലിൻ, ജനീവ. ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി അല്ലെ, ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം കയറി വരുന്നത് കാരണം 2023 എന്താണ് 75ാം വാർഷികത്തിന് പ്രമാണിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കയറി വരുന്നത്. നാറ്റോ എന്താണ് നോക്കാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ്. ഏതാണ് മക്കളെ? അതാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ എപ്പോഴാണ് രൂപീകൃതമായത്? 1949 നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് അല്ലെ, ബ്രസൽസ് ബെൽജിയത്തിലെ. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുമാണ്. ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നാറ്റോയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ലോസ് ഇസ്മായ. എന്താണ്? നാറ്റോയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ലോർഡ് ഇസ്മായാണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂറ്റെയാണ്. ആരാണ് മക്കളെ? ഇപ്പോഴത്തെ മാർക്ക് റൂറ്റെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നാറ്റോ വേർത്തത് സീറ്റോവും സെന്റോവും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് സീറ്റോ? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് എന്ത് സീറ്റോ എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. സീറ്റോ നിലവിൽ വന്ന വർഷം 1954 മണിലയിലാണ് കേട്ടോ. 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക് ആക്കി. ആദ്യം മണിലയായിരുന്നു, പിന്നെ 55 മുതൽ എന്താണ് ബാങ്കോക്ക് ആക്കി മാറ്റി. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ പടരുന്ന സ്ഥിതി സമത്വത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു സീറ്റോയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി വെക്കുക. സീറ്റോ പിരിച്ചുവിട്ട വർഷമാണ് 1977. എന്താണ് സെന്റോ? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1955 ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്ന് അറിയപ്പെടുന്ന ഏതാണ്? അതാണ് സെന്റോ. ആസ്ഥാനം അങ്കാറ, തുർക്കിയിലെ അങ്കാറയാണ്. പിരിച്ചുവിട്ട വർഷം എപ്പോഴാണ്? അതും 1979 നിലവിൽ വന്നത് 55 എന്നും കൂടി മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഏതാണ്? നാറ്റോ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? സമത്വ സമാജം അല്ലെ, അയ്യങ്കാളിയാണോ? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ. ഏതാണ് മക്കളെ അതിൽ ശരിയായത്? ഓപ്ഷൻ സി ആണ് അല്ലെ. 2ഉം 4ഉം മാത്രല്ലേ ശരിയുള്ളത്? 2ഉം 4ഉം അല്ലെ, 2ഉം 4ഉം. സമത്വ സമാജം ആരെയാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. ആരെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പന്റെയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ഒരുപാട് ഈ സമത്വ സമാജം ഇല്ലാതെ ഒരു BSc പരീക്ഷ ഇല്ലാന്ന് തോന്നുന്നത്. വൈകുണ്ഠസ്വാമി ആരാണ്? 1809 മുതൽ 1851 കാലഘട്ടമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനമായ എന്ത് സമത്വ സമാജം രൂപീകരിച്ച സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്ന അല്ലെ. സമത്വ സമാജം സ്ഥാപിതമായ വർഷമാണ് 1836. എപ്പോഴാണ്? 1836. ചാനാർ ലഹളയ്ക്ക് അല്ലെ പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടി ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ എന്ത് വിശേഷിപ്പിച്ചു? വെണ്ണീച്ച ഭരണം എന്നും അല്ലെ. തിരുവിതാംകൂർ ദിവാന്റെ ഭരണത്തെ അനന്തപുരിയിലെ നീച്ചന്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? നിഴൽ താങ്കൾ അല്ലെ. നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ചാനാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം സ്ഥാപിതമായ വർഷം 1836 കൂടിയാണ്.
അയ്യങ്കാളി നോക്കാം. വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ എന്ത് സ്ഥാപിച്ചു? കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. എപ്പോഴാണ്? 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? 90-ാം ആണ്ട് സമരം അല്ലെ. 90-ാം ആണ്ട് സമരം ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കുകയാണെങ്കിൽ ആരാണ് മക്കളെ? അയ്യങ്കാളിയാണ്. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും അതുപോലെ സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്? അതാണ് സാധുജന പരിപാലന സംഘം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907 അതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? 1907. ഈ ഫാക്ട്സ് എല്ലാം എക്സാമിന് ചോദിച്ച ഫാക്ട്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അവരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാം. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാതി ചിഹ്നത്തിന്റെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അല്ലെ അണിയണം എന്നുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ അയ്യങ്കാളി നടത്തിയ ഏത് സമരമാണ്? കല്ലുമാല സമരം. അറിയപ്പെട്ട മറ്റൊരു പേരാണ് എന്ത്? പെരിനാട് ലഹള. എക്സാമിന് പെരിനാട് ലഹള ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ആണ്. ഏത് വർഷമാണ്? 1915 ക്ലിയർ ആണോ? വാഗ്ബടാനന്ദൻ അല്ലെ, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാഗ്ബടാനന്ദനാണ്. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ് മക്കളെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ ധരിച്ച ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ബടാനന്ദനാണ് അല്ലെ. വിശ്വസിച്ചിരുന്ന ദർശനം ഏതാണ്? അദ്വൈത ദർശനം. ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. 1927 അല്ലെ ഏത് ഭോജനമാണ്? പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. 1927 ഏതാണ്? പ്രീതി ഭോജനവും 1917 എന്ത്? ആത്മവിദ്യാ സംഘവും സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു അല്ലെ, നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1900 ജനിച്ചപ്പോൾ നമുക്കറിയാം അല്ലെ, 1856 മരണപ്പെട്ടത് 1928 1903 മെയ് മാസം 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP അല്ലെ സ്ഥാപിച്ചു. ആദ്യകാല കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികളുടെ ഗുരുവിന്റെ പുസ്തകം ഏതാണ്? അതാണ് ജാതി മീമാംസ. ഏതാണ് മക്കളെ? ജാതി മീമാംസയാണ് അല്ലെ. ഏതാണ്? അരിയപ്പുറം ശിവപ്രതിഷ്ഠിച്ച ക്ഷേത്രമൊക്കെ 1888 അല്ലെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സഹോദരൻ അയ്യപ്പൻ അല്ലെ. സഹോദരൻ വന്നു പോയി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ 1917 സഹോദര സംഘം സ്ഥാപിച്ചു. 1917 എന്താണ്? മിശ്രഭോജനം അല്ലെ. പ്രീതിഭോജനം നമ്മൾ അപ്പോഴേ പഠിച്ചില്ലേ, വാഗ്ബടാനന്ദൻ. ഇത് 1917 മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. ചേറായിൽ വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചു അല്ലെ. ചേറായിൽ എന്താണ്? വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചു. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ്, അത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പനാണ്. VT ഭട്ടതിരിപ്പാട് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു അല്ലെ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അതൊന്നും ശ്രദ്ധിക്കുക. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചു. കുടുംബ മുറിക്കൽ അല്ലെ, പരിവേദനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഏതാണ്? ആരാണ്? VT ഭട്ടതിരിപ്പാണ്. ആദ്യ കഥാസമാഹാരമാണ് രജനീ രംഗം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ആണ്. ആദ്യ കഥാസമാഹാരം ഏതാണ് മക്കളെ? രജനീ രംഗമാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം,
ഉദ്ബുദ്ധ കേരളം തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ആര്? നവോത്ഥാന നായകൻ ആരാണ്? VT വട്ടതിരിപ്പാടാണ്. ഇത്രയും ഫാക്ട്സ് നമ്മൾ ഒരു ക്ലാസ് ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, CRTയും കൂടെ ഒന്ന് പഠിച്ചു പോകാം. വൈകുണ്ഠസ്വാമി സാമൂഹ്യ പരിഷ്കർത്താവ്, അവരുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ നോക്കാം. CRTD ആണ്. വൈകുണ്ഠസ്വാമി ഏതാണ്? സമത്വ സമാജം. ഈ ക്വസ്റ്റ്യൻ എന്താണ് കയറി വന്ന് SCRT തന്നെയാണ് കേട്ടോ. നമുക്ക് റാങ്ക് ഫയലൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കയറി വന്ന് എവിടെ നിന്നാണ് മക്കളെ? CRT എന്നാണ്. നോക്കിയേ, വൈകുണ്ഠസ്വാമിയുടെ ഏതാണ്? സമത്വ സമാജമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്കറിയാം ഗുരുവിൻ്റെയാണ്. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാണ്? ചേലിയാസ് ചാവറയച്ചനാണ് അല്ലെ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാണ് മക്കളെ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ ആരെയാ മക്കളെ? വക്കം അബ്ദുൽ ഖാദർ ആണ്. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. സഹോദര പ്രസ്ഥാനം അല്ലെ, സഹോദരൻ അയ്യപ്പൻ. നമ്മൾ അപ്പോഴേ ക്വസ്റ്റ്യനിൽ മാറിയിട്ടല്ലേ, ശ്രീനാരായണ ഗുരു സഹോദര പ്രസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് സഹോദര പ്രസ്ഥാനം? ആരെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം അല്ലെ, ഏതാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനാണ്. യോഗക്ഷേമ സഭ VT വട്ടതിരിപ്പാടാണ്. അപ്പൊ ഈ ഒരു ബോക്സ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്ന് പറയുന്നു. ബംഗാളിലെയും പഞ്ചാബിലെയും അല്ലെ ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അല്ലെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഇവിടെ എന്താണ് ഉൾപ്പെടാത്ത പ്രസ്താവന. ഏതാണ്? ഓപ്ഷൻ 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം എന്താണ് മൗണ്ട് ബാറ്റൺ. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആണ് അല്ലെ മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ കൂടിയായിരുന്നു ആര്? മൗണ്ട് ബാറ്റൺ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യ വിഭജന പദ്ധതി തയ്യാറാക്കിയ വൈസ്രോയി കൂടിയാണ് മൗണ്ട് ബാറ്റൺ. ഡിക്കി അഥവാ നിക്കി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി കൂടിയാണ് മൗണ്ട് ബാറ്റൺ. അപ്പൊ മൗണ്ട് ബാറ്റണുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ്. അപ്പൊ ഒരുപാട് എക്സാമിന് ചോദിച്ചു മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നോക്കാം ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ് ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ എക്സാമിന് അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം അല്ലെ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു അല്ലെ. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ബാക്കി ഈ എവിടെ നിന്നാണ്
ക്വസ്റ്റ്യൻസ് വന്ന് നോക്കാം. രണ്ടാം ലോക യുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി അല്ലെ. ബ്രിട്ടൻ സാമ്പത്തികമായി എന്ത് ചെയ്തു? സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ദെൻ എന്താണ് അടുത്ത്? ഏഷ്യയും ആഫ്രിക്കയും സ്വതന്ത്ര സമരങ്ങൾ ശക്തിപ്പെട്ടതിലും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയൻ കോളനി വാഴ്ചയ്ക്കെതിരെ നിലപാടെടുത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയ ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയിലെ ആരാണ് അനുഭാവം പുലർത്തിയ? ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവോദയ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പദ്ധതി കണ്ടോ? മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ക്ലിയർ ആണോ? ദെൻ എന്തൊക്കെയാ നോക്കാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് അല്ലെ. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ അവിടെ വന്നത്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സ്ഥാനം വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടോ എന്ന് തീരുമാനത്തിന് ഒരു ഹിതപരിശോധന നടത്തേണ്ടതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെന്നാ വന്നിരിക്കുന്നത്? SCERT എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഫാക്ട്സ് എല്ലാം നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആറാമത്തെ ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 11 എന്ന് പറയുന്നു. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചൂടെ അല്ലെ. മേരി ആന്റോണിയറ്റ് ആണ്. ഏതാണ് മക്കളെ ഇതിൽ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലേ. 2ഉം 3ഉം മാത്രമാണ് ശരി അല്ലെ. 2ഉം 3ഉം മാത്രമാണ് ശരി, 1 തെറ്റാണ്. അതും എവിടെ തന്നെയാ വന്നിരിക്കുന്നത്? നമ്മൾ SCERT ബോക്സിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാ ചോദ്യം നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലെ. ഏത് വർഷമാണ്? 1789. എപ്പോഴാണ്? 1789 ഫ്രാൻസിൽ നടന്നു. ബാസ്റ്റിൽ ജയിൽ തകർത്ത സംഭവത്തെ കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് അല്ലെ. 1789 ജൂലൈ 14 എന്നും കൂടി മനസ്സിലാക്കുക. ഫ്രഞ്ച് ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഈ ഫ്രഞ്ച് വിപ്ലവം. രാജാധികാരം, കത്തോലിക്ക സഭയുടെ പ്രത്യേക അവകാശങ്ങൾ, ഉപരിവർഗത്തിന്റെ മാടമ്പിത്തം എന്നിവയിലുള്ള മോചനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം. എന്തൊക്കെയായിരുന്നു? രാജാധികാരമുണ്ട്, കത്തോലിക്ക സഭയുടെ പ്രത്യേക അവകാശങ്ങൾ, ഉപരിവർഗത്തിന്റെ മാടമ്പിത്തം എന്നിവയിൽ നിന്നുള്ള മോചനത്തെയായിരുന്നു ഈ ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? റൂസോ ആണ്. ആരാണ് മക്കളെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതി ഏതാണ്? റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട്. ഏതാണ്? ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന കൃതി ഏതാണ്? റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടയർ ആണ്. ആരാണ്? വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? സ്വതന്ത്രം, സമത്വം, സാഹോദര്യം. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം SCERT എന്താണ്. ഞാനാണ് രാഷ്ട്രം അല്ലെ.
അതുപോലെ തന്നെ രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 അപ്പൊ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ്? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. അപ്പൊ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാണ്? ലൂയി 15. ഞാനാണ് രാഷ്ട്രം പറഞ്ഞ് ലൂയി 14 അല്ലെ? ലൂയി 14. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി അന്റോണിയേറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ SCERT ഭദ്രമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ സോഴ്സും കൂടി ആയിട്ടാണ് ഞാൻ തരുന്നത്. പെൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നർമ്മദയാണോ, കൃഷ്ണയാണോ, ഗോദാവരിയാണോ, മഹാനദിയാണോ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഗോദാവരിയാണ് അല്ലെ? ഓപ്ഷൻ സി ഗോദാവരിയാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് ഇത് ഗോദാവരി അല്ലെ? വൃദ്ധഗംഗ എന്ന പേര് അല്ലെ? വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് ഗോദാവരി. എവിടെയാ ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് അല്ലെ? എവിടെയാണ്? നാസിക്, മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് എന്ത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി കൂടിയാണ് ഗോദാവരി. ഗോദാവരിയുടെ പ്രധാന പോഷക നദി ഏതൊക്കെയാണ്? പൂർണ്ണ, മഞ്ചീര, ഇന്ദ്രാവതി, ശബരി, പ്രാണഹിത, പെൺഗംഗയുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? പൂർണ്ണ, മഞ്ചീര, ഇന്ദ്രാവതി, ശബരി, പ്രാണഹിത ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. നാസിക്, നിസാമാബാദ് എന്നീ പട്ടണങ്ങളിൽ ഗോദാവരിയുടെ തീരത്താണ്. ഏതൊക്കെയാണ്? നാസിക്കും നിസാമാബാദ് എന്നീ പട്ടണങ്ങൾ ഏതിന്റെ തീരത്താണ്? ഗോദാവരിയുടെ തീരത്താണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം ഏതാണ്? രാജമുദ്രി ഏതിന്റെ തീരത്താണ്? ഗോദാവരിയുടെ തീരത്താണ്. നർമ്മദ അല്ലെ? അമർഖണ്ഡ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. പതനം എവിടെയാണ്? ഗൾഫ് ഓഫ് കമ്പട്ടിലാണ്. രേവ, ജൂതശങ്കരി എന്ന പേരുകളിൽ അറിയപ്പെട്ട നദി ഏതാണ്? നർമ്മദയാണ്. ഏതാണ് മക്കളെ? രേവ, അതുപോലെ ജൂതശങ്കരി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം നൽകുന്നത്. എന്താണ് മക്കളെ? സന്തോഷം നൽകുന്നത്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു അല്ലെ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് ഏത്? നർമ്മദയാണ്. വിന്ധ്യ, സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദയുടെ പോഷക നദി ഏതൊക്കെയാണ് മക്കളെ? താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ, ദുതി, ഷക്കാർ. ഏതൊക്കെയാണ്? താവ ഉണ്ട്, ബഞ്ചാർ ഉണ്ട്, ഷേർ ഉണ്ട്, ഹിരൺ, ഷക്കാർ, ദൂതിയൊക്കെ ആരുടെ നദി? പോഷക നദിയാണ്. നർമ്മദയുടെ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് നർമ്മദ അല്ലെ? ഡെക്കാൻ പീഠഭൂമിയെയും മാൽവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. നർമ്മദയാണ്. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വിഭജിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദ. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്ന പേരുകളിൽ നിന്ന് അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ അല്ലെ? പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ അല്ലെ? നമ്മളിപ്പോ ഭഗവാൻ അല്ലെ? ഭഗവാൻ പറയില്ലേ? അപ്പൊ കൃഷ്ണ എന്താണ്? മഹാബലേശ്വരാണ്. അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്നതിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദി കൂടിയാണ് എന്ത്? കൃഷ്ണയാണ്. ഏതൊക്കെയാണ്? പോഷക നദി തുംഗ, തുംഗഭദ്ര, കൊയ്ന, ഭീമ, മൂസി, ഗൗഡപ്രഭ, മാലപ്രഭ, പഞ്ചഗംഗാക്കാരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെയാണ്. തുംഗഭദ്ര, കൊയ്ന, ഭീമ, മൂസി, ഗൗഡപ്രഭ, മാലപ്രഭ, പഞ്ചഗംഗ ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക.
ദെൻ ഹൈദരാബാദ് പട്ടണം മൂസി നദിക്കരയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് അല്ലെ, അലവാട്ടി അണക്കെട്ടൊക്കെ എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. ദെൻ വിജയവാഡ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ മഹാനദി സിഹാവ മലനിരകൾ അല്ലെ, ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാനദിയാണ്. ഏറ്റവും നീളം കൂടിയ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഏതാണ്? ഒഡീഷയിലെ ഹിരാക്കുഡ് മഹാനദിയിലാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത്? മഹാനദി. ദെൻ ഏതൊക്കെയാ പട്ടണം? സാമ്പൽപൂരും കട്ടക്ക് അല്ലെ, എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയിലെ ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ പാരാദീപ് തുറമുഖം എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. സിയാറ്റിൽ എന്താ പറയുന്നത്? ഉപദ്വീപൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ത്? ഗോദാവരി അല്ലെ. മിക്ക ഉപദ്വീപൻ നദികളും വെള്ളച്ചാട്ടമൊക്കെ സാധാരണ പറയുന്നു. കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫാൾസ് 225 മീറ്ററാണ് ഇവയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നു. ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടമാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രൈം മെറീഡിയൻ ഏതു നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഏത് നഗരത്തിലാണ് മക്കളെ? ഓപ്ഷൻ അവിടെ ഡി, ഗ്രീൻവിച്ച് ആണ് അല്ലെ. പ്രൈം മെറീഡിയൻ, ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രൈം മെറീഡിയൻ ആണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ചിലെ റോയൽ ഓസ്ബേറ്ററിയിലൂടെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ചിലെ റോയൽ ഓസ്ബേറ്ററിയിലൂടെ കടന്നു പോകുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ റഫറൻസ് രേഖയാണ് ഏത്? ഓക്കെ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ചിലെ റോയൽ ഓസ്ബേറ്ററിയിലൂടെ കടന്നു പോകുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ റെഫറൻസ് രേഖയാണ് എന്ത്? ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ മെറീഡിയൻ. ഗ്രീൻവിച്ച് മെറീഡിയൻ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും 8 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു, വടക്ക് നിന്ന് തെക്ക് രീതിയിൽ. ഏതൊക്കെയാണ് നോക്കാം. യുണൈറ്റഡ് കിങ്ഡം അല്ലെ, പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട് മാത്രമുള്ളത്, ഫ്രാൻസ്, സ്പെയിൻ ഉണ്ട്, അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ടോങ്കോ, ഗാന. ഏതൊക്കെയാണ്? യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, സ്പെയിന്, അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ടോങ്കോ, ഗാന. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം, CRTയും കൂടെ നോക്കാം കേട്ടോ. ഗ്രീൻവിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീൻവിച്ച് രേഖ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാണ് ഈ രേഖയ്ക്ക് എന്ത്? ഗ്രീൻവിച്ച് രേഖ എന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വളരെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏതാണ്? റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്ത്? ഗ്രീൻവിച്ച് എന്ന പേര് കിട്ടിയത്. ദെൻ ഈ രേഖയ്ക്ക് ഗ്രീൻവിച്ച് എന്ന പേര് നൽകപ്പെട്ടത്. ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് അല്ലെ എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നത് എന്നാൽ ഈ രേഖ ഏത് പേരിലാണ്? പ്രൈം മെറീഡിയൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഗ്രീൻവിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ അല്ലെ എന്ത്? ഗ്രീൻവിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈം എന്നും പറയുന്നു. ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ എന്ത്? തിരിച്ചിരിക്കുന്നു. ഈ ഇവ സമയ മേഖലകൾ എന്നും കൂടി അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഒഡീസ, ഗുജറാത്ത്, ത്രിപുര. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, ഒഡീഷയാണ് ആൻസർ. ഉത്തരായണ കാലത്തിന്റെ അവസാന ദിവസം സൂര്യൻ നേരെ മുകളിലെത്തുന്ന അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായണ രേഖ അല്ലെ. ഇപ്പോഴത്തെ ഉത്തരായണ രേഖയുടെ സ്ഥാനം എങ്ങനെയാണ്? ഭൂമധ്യരേഖയ്ക്ക് 23 ഡിഗ്രി 26 മിനിറ്റ് 16 സെക്കൻഡ് വടക്കാണ് എന്നും കൂടി മനസ്സിലാക്കി. 23 ഡിഗ്രി 26 മിനിറ്റ് 16 സെക്കൻഡ്. ദെൻ
ഉത്തരായണത്തിന്റെ അവസാന ദിവസം ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം സൂര്യന് നേരെ പരമാവധി ചരിയുന്നതിനാൽ സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേരെ മുകളിൽ എത്തുന്നു. ഇത്തരത്തിൽ സൂര്യൻ നേരെ മുകളിൽ എത്തുന്ന ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വടക്കുള്ള അക്ഷാംശ രേഖയാണ് എന്ത്? ഉത്തരായണ രേഖ. മനസ്സിലായോ? ഉത്തരായണ രേഖ ഭാരതത്തിലൂടെ കടന്നു പോകുന്നത് എവിടേക്കാണ്? മിസോറാം, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ചണ്ഡീഗഡ്, ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര. ഏതൊക്കെയാണ്? മിസോറാം ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര. ക്ലിയർ ആണോ? പത്താമത്തെ ചോദ്യം, എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏതു പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്ക് കിഴക്കൻ ഏഷ്യയാണോ, വടക്കേ അമേരിക്കയാണോ, തെക്കേ അമേരിക്കയാണോ, ആഫ്രിക്കയാണോ? ഏതാണ് മക്കൾ ആൻസർ? ഓപ്ഷൻ സി, തെക്കേ അമേരിക്കയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്രാന്തരീക്ഷങ്ങൾക്ക് സ്വതേയുള്ള ബന്ധം മാറുന്നത് കൊണ്ടുണ്ടാവുന്ന കാലാവസ്ഥയാണ് എന്ത്? എൽ നിനോ. അല്ലെ, പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് എൽ നിനോ അല്ലെങ്കിൽ ലാനിനോ എന്നറിയപ്പെടുന്നത്. എൽ നിനോ തെക്കേ അമേരിക്ക, പെറു എന്നീ പ്രദേശങ്ങളിൽ ബാധിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ ആൻസറോട് നമ്മൾ പറഞ്ഞു ഏതാണ്? തെക്കേ അമേരിക്ക. നോക്കാം SCERT എന്തൊക്കെയാ നോക്കാം. അന്തരീക്ഷ ചംക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പസഫിക് സമുദ്രത്തിന്റെ ചൂടാകലും തണുക്കലും. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിൽ പ്രവാഹങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി പെറുവിന്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. അല്ലെ, ഈ പ്രതിഭാസമാണ് എന്ത്? എൽ നിനോ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇതിനെ മധ്യ പസഫിക് സമുദ്രത്തിലെയും അതുപോലെ ഓസ്ട്രേലിയയും മർദ്ദ സാഹചര്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. പസഫിക് സമുദ്രത്തിലെ മർദ്ദ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ദക്ഷിണ ആന്തോളനം, സദേൺ ഓസിലേഷൻ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ആന്തോളനം എൽ നിനോ എന്ന പ്രതിഭാസങ്ങളുടെ സംയോജിത ഫലമാണ് എൻസോ കേട്ടോ. എൻസോ ശക്തമാകുന്ന വർഷങ്ങളിൽ ആഗോളതലത്തിൽ വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. തെക്കേ അമേരിക്കയുടെ വരണ്ട പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ മഴ ലഭിക്കുന്നതും ഓസ്ട്രേലിയയും ചില സമയത്ത് ഇന്ത്യയിലും വരൾച്ച അനുഭവപ്പെടുകയും ചൈനയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന്റെയും എല്ലാം ഇതിന്റെ ഫലം ആയിട്ടാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ NCERT SCERT എല്ലാം അവിടെ മക്കൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങൾ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? കാൽബൈശാഖി, ലുലു, വാണിജ്യ കാറ്റുകൾ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഏതാണ് മക്കളെ ആൻസർ? ഓപ്ഷൻ എ, കാൽബൈശാഖിയാണ്. നോക്കാം കാൽബൈശാഖി എന്താണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയുള്ള ശക്തമായ മഴയാണ്. അല്ലെ, ഉഷ്ണകാലത്ത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. അല്ലെ, പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിന്റെ സവിശേഷതയാണ്. എന്ത്? അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഏതിന്റെയാണ്? ഈ കാൽബൈശാഖിയുടെ സവിശേഷതയാണ്. എന്താണ് ലൂ നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ്. അവിടെ മഴയല്ല ലൂ, ശക്തമായ കാറ്റ് ഏതാണ്? അതാണ് അവിടെ ലൂ. വാണിജ്യ കാറ്റുകൾ എന്താണ് നോക്കാം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് ഏത്? വാണിജ്യ കാറ്റുകൾ. ക്ലിയർ ആണോ? ഇത് നമ്മുടെ 12ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏതു ജില്ലയിലാണ്? ഏതാണ്? തൃശ്ശൂരാണോ, പാലക്കാടാണോ, തിരുവനന്തപുരമാണോ, വയനാടാണോ? ഏതാണ് മക്കളെ? കുതിരാനല്ലേ? ഓപ്ഷൻ എ, തൃശ്ശൂരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 12 ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 4 ഓപ്ഷനും കൂടി മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്.
CRTയും NCERTയും റിലേറ്റഡ് ഫാക്ട്സുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് മക്കൾക്ക് ക്ലാസ് തന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന ക്ലാസ്സുകളായിക്കോട്ടെ, ഇൻഫോർമേഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.